ഇപ്പൊ എല്ലാവിടെയും മാങ്ങയുടെ നല്ല സീസൺ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ നമുക്ക് മാങ്ങയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു 3.5 കിലോയാണ് ഈ ഒരു ബെങ്കിനാപ്പള്ളി എന്ന് പറഞ്ഞ വെറൈറ്റി മാങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണതിന് ഇപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മാംഗോ പ്യൂരി അല്ലെങ്കിൽ മാംഗോ പൾപ്പ് റെഡി ആയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കണത് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിക്കായിട്ട് വരണം. ഇനി ഇത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ, നോൺ സ്റ്റിക്ക് പാനെ, കാരണം അടിയിൽ പിടിക്കണ പ്രശ്നമൊന്നുമില്ല. രണ്ടൊന്ന് അടച്ചു വയ്ക്കാണ്, പൊട്ടിത്തെറിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇനി മാംഗോ പ്യൂരി നമുക്ക് കുഴിയുള്ള സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. പ്ലേറ്റിൽ നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പ്ലേറ്റിലാണ് കേട്ടോ ഒഴിക്കണത്. ബാക്കിയുള്ള മാംഗോ പ്യൂരിയിൽ ഞാൻ കുറച്ച് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി തിക്കാക്കി എടുക്കണം കേട്ടോ. ഇത് മാംഗോ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 3.5 കിലോ വാങ്ങേണ്ട നമ്മൾ എന്തൊക്കെ റെസിപ്പീസാണ് ഉണ്ടാക്കണം. പിന്നെ ആണെങ്കിലും മാംഗോ സ്ക്വാഷ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അതിന് പിന്നെ അത്ര വലിയ പണിയില്ല. ആ ഒരു പ്യൂരി കുറച്ച് പഞ്ചസാരയും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിക്കാക്കി എടുക്കുക. ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാംഗോ സ്ക്വാഷ് ആയി. പിന്നെ അതിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാംഗോ സ്ക്വാഷ്. ഞാൻ അത് ഉണ്ടാക്കുന്നില്ല. നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചില്ല, അത് വെച്ചിട്ട് നമുക്ക് മാംഗോ ജ്യൂസും ഉണ്ടാക്കാവുന്നതുള്ളൂ. ഞാൻ ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടി കായിട്ട് വരും കേട്ടോ. സ്പ്രെഡബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അത്രയും മതി. മാംഗോ ജാം നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. മാംഗോ ജാം റെഡി. ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇതിനെ ഒരു 4 ക്യൂബ്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം, ഷുഗർ വേണമെങ്കിൽ ഷുഗറും കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കുക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട്.